ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരേക്ക് ഒരു യാത്രയും മൈസൂർ പാലസിന്റെ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന വണ്ടേഴ്സ് ട്രിപ്പിന്റെ മൈസൂർ ട്രാവൽ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പയന കാർ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് ബാംഗ്ലൂരേക്കാണ്. ബാംഗ്ലൂർ അന്നത്തെ ദിവസം ഒരു റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്തു. ഹോട്ടൽ ജഗദീഷിലായിരുന്നു നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വേണ്ടുന്ന ഫെസിലിറ്റിയും സ്വിമ്മിംഗ് പൂളും ഒക്കെയുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടൽ ജഗദീഷ്. രാവിലെ 8 മണിയോടെയാണ് നമ്മൾ മൈസൂരേക്കുള്ള യാത്ര ആരംഭിച്ചത്. ബാംഗ്ലൂർ ഇത്തവണ വലുതായൊന്നും കറങ്ങാത്തതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലേക്ക് കയറി. ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലേക്ക് കയറി കഴിയുമ്പോൾ ആദ്യത്തെ ടോൾ ബൂത്താണ് ഈ കാണുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരേക്ക് ഏകദേശം 150 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ആ 150 കിലോമീറ്റർ കവർ ചെയ്യാൻ നമുക്ക് 2.5 മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ. അതിൽ 1.5 മണിക്കൂറോളം നമ്മൾ ഈ ഒരു ഹൈവേയിലൂടെയാണ് പോകുന്നത്. പോകുന്ന വഴികളൊക്കെ നമുക്ക് വിജനമാണ്. 2 സൈഡും പല സ്ഥലങ്ങളിലും ലെഫേർഡ് ക്രോസിങ്ങിനുള്ള ബോർഡൊക്കെ കാണാൻ കഴിയും. ഏകദേശം 11:30 ആകുമ്പോഴാണ് നമ്മൾ മൈസൂർ എത്തുന്നത്. കർണാടകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി എന്നറിയപ്പെട്ടിരുന്നത് മൈസൂർ ആയിരുന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും നമുക്ക് പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. റോഡിലൂടെ കുതിരവണ്ടിയൊക്കെ പോകുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീൻ തന്നെയായിരുന്നു. ഏകദേശം 12 മണിയോടെയാണ് നമ്മൾ പാലസിന്റെ ഫ്രണ്ടിൽ എത്തുന്നത്. പാലസിന്റെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ധാരാളം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. 10 രൂപയാണ് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത്. കാറൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു. 10 രൂപ പാർക്കിംഗ് ഫീ കൂടാതെ നമ്മൾ അകത്തോട്ട് കയറാൻ വേറെ തന്നെ ഒരു ചാർജ് ഉണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത്. 100 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് നടന്ന് അകത്ത് കയറി കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി വരാം.
ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കർണാടകത്തിലെ ഹെറിറ്റേജ് സിറ്റിയായ മൈസൂരിലുള്ള അംബവിലാസ് പാലസ് അല്ലെങ്കിൽ മൈസൂർ പാലസ്. പാലസിൻ്റെ അകത്തോട്ട് നമുക്ക് ചെരുപ്പിട്ടിട്ടൊന്നും കയറാൻ പറ്റില്ല. അത് സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ടൊരു ക്ലോക്ക് റൂം ഉണ്ട്. ഇവിടെ 2 രൂപ കൊടുത്താൽ മതി. ഒരു തിങ്കളാഴ്ച ദിവസം ആയിട്ട് കൂടെ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളെ ഗേറ്റിന്റെ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് വേണം അകത്തോട്ട് കയറാൻ. ക്യൂ ആയി അകത്തോട്ട് കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വിസ്മയം തന്നെയാണ്, ഒരു ആർക്കിടെക്ചറൽ വിസ്മയം. 1912 ഈ ഒരു പാലസ് നമ്മളിപ്പം കാണുന്ന രൂപത്തിലായിത്തീരുന്നത്. മുമ്പുണ്ടായിരുന്ന പാലസ് മൊത്തത്തിൽ വുഡൻ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതൊരു തീപിടുത്തത്തിൽ മൊത്തത്തിൽ നശിക്കുകയും പിന്നീട് 1897 ഈ ഒരു പാലസിന്റെ പണി തുടങ്ങുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർക്കിടെക്ചറായ ഹെൻറി ഐർവിൻ ആണ് ഈ മൊത്തം പാലസ് ഈ രൂപത്തിൽ നമ്മളിപ്പോ കാണുന്ന രീതിയിൽ ആക്കാൻ സഹായിച്ചത്. ആർക്കിടെക്ചർ മാത്രമല്ല, 100 വർഷത്തിന് മേലെ പഴക്കമുള്ള പല പെയിന്റിങ്സും നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇത്രയും തിരക്കുള്ള ഇത്രയും വലിയ പാലസിൽ ആളുകൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് പോകുമ്പോഴാണ് നമ്മളെ നാട്ടിലുള്ള ഹിൽ പാലസിനെ പറ്റി ഓർമ്മ വരുന്നത്. പാലസിന്റെ വലുപ്പോ ചെറുപ്പോ ഒന്നുമല്ല. നമ്മൾ പാലസിന്റെ അകത്ത് കയറി ഫോണൊന്ന് പുറത്തെടുത്താൽ തന്നെ പ്രശ്നമാക്കാൻ വേണ്ടി അധികൃതർ വരും. ഇവിടെ അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് വേണ്ടുന്ന വീഡിയോയും ഫോട്ടോ എടുത്ത് പെട്ടെന്ന് കണ്ട് മുന്നോട്ട് പോവാം. ഓരോ ഫ്ലോറും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് തരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു നീല നിറത്തിൽ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഡിസൈനും പിക്ചേഴ്സും ഒക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കിട്ടുന്നത്. ശരിക്കും ഒരു ഇൻഡോ സാർസനിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ ഒരു പാലസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. സാർസനിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യനും ഇസ്ലാമിക്കും വെസ്റ്റേണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഈ ഒരു പാലസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മണിക്കൂറിന് മേലെ സമയം എടുത്തിരുന്നു പാലസിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർക്കാൻ. കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി നേരത്തെ ക്ലോക്ക് റൂമിൽ വെച്ച ഷൂ ഒക്കെ എടുത്തിട്ടു പാലസിന്റെ ചുറ്റും ഒന്ന് നടന്നു കാണാമെന്ന് തീരുമാനിച്ചു.
നടന്ന് വെയിലൊന്നും കൊള്ളാതെ പാലസിന് മൊത്തം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി ഇവിടെ ബഗ്ഗി സർവീസ് ഒക്കെ ഉണ്ട്. പാലസിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഗോപുരങ്ങൾ കാണാൻ പറ്റും. തമിഴ്നാട്ടിലൊക്കെയുള്ള അമ്പലത്തിന്റെ ഗോപുരം പോലെയാണ് ഈ ഒരു ഗോപുരമൊക്കെ തോന്നുന്നത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അമ്പലങ്ങളൊക്കെ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. തിരിച്ച് തലശ്ശേരിയിലേക്കുള്ള യാത്രയാണ് ഇനി മുന്നോട്ട്. മൈസൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് 170 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 4 മണിക്കൂറോളം നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. നാഗർഹോളും കൂട്ടുപുഴ പാലമൊക്കെ കയറിയിട്ടാണ് നമ്മൾ തലശ്ശേരി എത്തേണ്ടത്. നമ്മൾ മൈസൂരേക്ക് പോയതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും നമുക്ക് ആനയോ മറ്റു മൃഗങ്ങളെയോ ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ പോകുമ്പോൾ കയറിയ അതേ ഹോട്ടലിൽ തന്നെ, കൂർഗ് ഗേറ്റിൽ. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര തുടരുന്നത്. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ കാഴ്ചകളായിട്ട് അടുത്ത ആഴ്ച വരാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.